ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്ക്രംവേഷ്യസ് ലീവേഴ്സ്. അപ്പോൾ കടകളിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഗീ ബൺ ഉണ്ടല്ലോ, അത് അതേ ടെക്സ്ചറിലും സോഫ്റ്റ്നെസ്സിലും ടേസ്റ്റിലൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പോളം മിൽക്ക് എടുക്കുക, ചെറിയ ചൂടുള്ള മിൽക്ക്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഹാഫ് ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക 10 മിനിറ്റ്. അപ്പോൾ അത് ഫെർമെൻറ്റായി വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡോയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരിവാണ്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് കുഴച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ബോൾസാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒന്ന് പൊന്തി വന്നതിന് ശേഷം നമുക്ക് നെയ്യും പാലും കൂടെയുള്ള മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. 10-35 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ ലൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രഷ് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കട്ടെ. ഈ മിക്സിൻ്റെ എത്ര സോഫ്റ്റാന്ന് നോക്കിയാൽ ഓരോ ബൺസും പിന്നെയും നമുക്ക് കുറച്ച് നേരം കൂടെ വെക്കട്ടെ, ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവണ വരെ. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. ആ നെയ്യും പാലിൻ്റെ മിക്സ് ഓരോ ബണ്ണും അത്രയും സോഫ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.